Friends. നിങ്ങൾ ഫെലിക്സിനു വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുക വഴി കയറിപ്പറ്റിയത് കർത്താവിന്റെ കണക്ക് പുസ്തകത്തിന്റെ സുവർണ താളുകളിലാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ മക്കളെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വായനശാലയുടെ കുറച്ച് കണക്കുകൾ നോക്കാനുണ്ട്. ശരി ഗ്രാൻഡ്പാ. ശരിക്കും ഈ 2000 രൂപയുടെ ആവശ്യം ഫെലിക്സിനുണ്ടോ? അല്ലേൽ 1000 രൂപ കുറച്ചു കൊടുത്താലും മതിയായിരുന്നു. പ്രിൻസേ, നമുക്ക് ഇനി ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണം. എന്നിട്ട് ഇതുപോലെ ക്യാഷ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അത് വളരെ നല്ലൊരു കാര്യമാണ് സ്റ്റെഫി. ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി കൂട്ടുകാരെയും കൂടി കിട്ടും. ആ, കിട്ടിയതും കളഞ്ഞു. ഇനി കിട്ടാനുള്ളതും കളയാനുള്ള പ്ലാനാണോ? ഇനി എന്താ പരിപാടി? ഓ, എനിക്ക് ബോറടിക്കുന്നു. ഞാൻ പോകുക. എന്താ? എന്തു പറ്റി റോമാക്സ്? എനിക്ക് കാര്യം മനസ്സിലായി. എന്താ? റോമാക്സിന് ബോറടിക്കുന്നെന്ന്. അത് തന്നല്ലേ റോമാക്സും പറഞ്ഞത്? റോമാക്സ് പറഞ്ഞത് ഞാനും പറഞ്ഞേ ഉള്ളൂ. ഇവന്റെ ഒരു കണ്ടുപിടുത്തം. ഞാനെന്നാൽ ഇറങ്ങട്ടെ ഫ്രണ്ട്സ്. ശരി റോമാക്സ്, പിന്നെ കാണാം. മനസ്സിനിപ്പോ എന്തൊരാശ്വാസമാ. ഇവൻ ശരിക്കും ഒരു മാടപ്രാവ് തന്നെ. മാടപ്രാവ്? ആ, മാടിന്റെ ശരീരവും പ്രാവിന്റെ മനസ്സും. ആ ഫെലിക്സിന്റെ കയ്യിൽ നിന്നും എങ്ങനാ കുറച്ച് പൈസയെങ്കിലും കൈക്കലാക്കുക? ഞങ്ങൾ 1000 പകരം 2000 അറിയാതെ തന്നതാണെന്ന് പറഞ്ഞാലോ? ആ പൈസ കൊടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലാതെയും പോയി. ഇതെന്താ മോനെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഹായ് തോമസ് അങ്കിൾ. എന്തേ ബാക്കി കൂട്ടുകാരൊക്കെ എവിടെ പോയി? അത് അവരൊക്കെ ഇപ്പൊ തന്നെ വരും തോമസ് അങ്കിൾ. ക്വിസ് കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ടീം നല്ല പ്രകടനമാണല്ലോ കാഴ്ചവെച്ചത്. പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ് കണ്ടവര് കൊണ്ടുപോയില്ലേ? എന്താ പറഞ്ഞത്? കാശ്, അതായത് സമ്മാനത്തുക കണ്ടമാനം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമായിരുന്നു. ആദ്യം ഇതല്ലല്ലോ പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ ആവട്ടെ. എന്നാ ശരി മോനെ, കാണാം. ഇത്തിരി തിരക്കില്ല. ശരി തോമസ് അങ്കിൾ. ഞാൻ പറഞ്ഞത് കേട്ട് കാണുമോ എന്തോ. ആ ക്യാഷ് കൊടുത്തപ്പോ ഞാൻ ഇല്ലാതായി പോയല്ലോ. ഉണ്ടായിരുന്നേൽ 1000 എങ്കിലും കുറച്ചേ കൊടുപ്പിക്കത്തുള്ളായിരുന്നു. പേടിയ വള്ളി കാലി ചുറ്റി. ഇവൻ ഇതെങ്ങോട്ടായി പോണത്? ഫെലിക്സേ, ഇതെങ്ങോട്ടാ? ഹായ് റോമാക്സ്. വാ, ഇവിടെ ഇരിക്ക്. നീ ഇതെങ്ങോട്ടാ? വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്താ റോമാക്സ്? വേറൊന്നുമല്ല, ഞങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചു. എന്തു പറ്റി റോമാക്സ്? ഞങ്ങൾ ശരിക്കും നിനക്ക് 1000 രൂപയാ തന്നത്. മറ്റേ 1000 അറിയാതെ തന്നു പോയതാ. അത് തിരിച്ചു ചോദിക്കുവാൻ അവരെ എന്നെ ഏൽപ്പിച്ചിരിക്കുവാ. അതുകൊണ്ട് നീ ആ 1000 എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം. റോമാക്സേ, അവർ ക്യാഷ് തന്നപ്പോൾ നീ ഇല്ലായിരുന്നല്ലോ. അതെ, കാശ് എണ്ണി കൊടുത്തിട്ട് ഞാൻ വേറെന്തോ കാര്യത്തിനായി പോയി. 2000 രൂപ നീയാണോ എണ്ണിക്കൊടുത്തത്? പിന്നെ ഈ കൈ കൊണ്ട് ഞാനല്ലേ എണ്ണിയത്. റോമാക്സ്, നീ കള്ളം പറയുകയാണ്. അവർ തന്നത് 2000ന്റെ ഒറ്റ നോട്ടാണ്. അത് അവര്... സാരമില്ല റോമാക്സ്, ഞാൻ അവരെ കാണുമ്പോഴൊന്ന് ചോദിക്കാം റോമാക്സ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന്.
ശരി റോമെക്സ്, കാണാം. കർത്താവേ, ചതിച്ചു. ഇവൻ ചെന്നെങ്ങാനും അവരോട് ചോദിച്ചാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും നാളെ രാവിലെ തന്നെ കൈയോടെ കാര്യം അവതരിപ്പിക്കണം. റോമെക്സേ, നീ പറയുന്നത് സത്യമാണോ? ഈ കാര്യത്തിൽ ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? ഇന്നലെ നമ്മൾ കൊടുത്ത ആ ക്യാഷിന് അവൻ വാങ്ങിയത് കണ്ടപ്പോ എനിക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നിയത്. ഫെലിക്സ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അവനുമായിട്ട് ഒരു കൂട്ടും വേണ്ട. ശരിയാ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിനെ പറ്റി എന്തിനാ സംസാരിക്കുന്നേ? ഓ, ആശ്വാസം. ഇനി ഫെലിക്സ് എന്തു പറഞ്ഞാലും ഇവർ വിശ്വസിക്കില്ല. അങ്ങനെ കഷ്ടിച്ചു രക്ഷപ്പെട്ടു. ആദം, നീ ഇന്നലെ പറഞ്ഞ നോട്ടീസ് എന്തിനെ പറ്റിയായിരുന്നു? അതിന്നും നോക്കാൻ മറന്നല്ലോ. എന്റെ കർത്താവേ, എന്തൊരു മറവിയാ ഇത്. ഉറപ്പായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഓക്കെ? ഓക്കെ ഓക്കെ. ഹലോ. ഇത് ഞാനാ, തോമസ്. തോമസോ? പറയൂ. ഇതെന്താ ഫോൺ എടുക്കാൻ ഒത്തിരി താമസിച്ചല്ലോ? ഞാനോർത്ത് അവിടെ ഇല്ലായിരിക്കുമെന്ന്. മരുന്നിന്റെ ക്ഷീണം ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അതാ ഫോൺ എടുക്കാൻ താമസിച്ചത്. ശരി ശരി. പിന്നെ പ്രിൻസും സ്റ്റെഫിയും വളരെ നന്നായി പെർഫോം ചെയ്തല്ലോ. ഗംഭീര പ്രിപ്പറേഷൻ ആയിരുന്നു ഇവിടെ. പിന്നെ ഞാനും അല്പസ്വല്പം സഹായിച്ചു കൊടുത്തു. അത് ശരി. ഏതായാലും അവർക്ക് ചുറ്റിക്കറക്കത്തിനുള്ള പൈസ ഒത്തു അല്ലേ? അല്ല തോമസ്, അവരാ ക്യാഷ് അവരുടെ ക്ലാസ്സിലെ തന്നെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് നൽകുകയുണ്ടായി. വളരെ വലിയൊരു കാര്യമാണല്ലോ അത്. പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ് കണ്ടവര് കൊണ്ടുപോയില്ലേ? ഹലോ, നമുക്ക് അത്യാവശ്യമായി ഒന്ന് കാണണമല്ലോ. എപ്പോഴാ സമയം കിട്ടുക? എന്താ തോമസ്, അത്യാവശ്യമാണെങ്കിൽ ഞാൻ പള്ളിയുടെ അടുത്തേക്ക് വരാം. ഓക്കേ. എന്താ ഗ്രാൻഡ്പാ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ തന്നെയാണോ ഫെലിക്സിന് സാമ്പത്തിക സഹായം ചെയ്തത്? അത് ഗ്രാൻഡ്പാ, അതായത് നിങ്ങൾ 4 പേരും കൂടി ചേർന്നാണോ ആ തീരുമാനമെടുത്തതെന്നാ ചോദിച്ചത്. തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാ? റോമക്സ് ആണോ ഇല്ലാതിരുന്നത്? അതെ ഗ്രാൻഡ്പാ. എന്താ കാര്യം? അപ്പൊ തോമസ് പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ ഗ്രാൻഡ്പാ, ഫെലിക്സ് ആ കാശ് തൂർത്തടിച്ചെന്നാ റോമെക്സ് പറഞ്ഞത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇത് അവരായിരിക്കും ഗ്രാൻഡ്പാ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഓ ശരി. ഗുഡ് മോർണിംഗ് പ്രിൻസ്. ഗുഡ് മോർണിംഗ്. വാ, അകത്തേക്കിരിക്കാം. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പാ. ആഹാ, എല്ലാവരും വന്നല്ലോ. വാ, ഇരിക്കൂ. ഗ്രാൻഡ്പാ, ആദത്തിനൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താ ആദം? എന്റെ ഡാഡിക്ക് ഹെവി ലൈസൻസ് കിട്ടി. ആദ്യത്തെ 2 പ്രാവശ്യവും കിട്ടിയില്ല. അവസാനം 3ാമത്. അതെ, 3ാമത് ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്നപ്പോ ഇവന്റെ ഡാഡി ഇവനെയും വെച്ച് വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ കൂടി കരുതി. അതവരെ കാണിച്ചു. ഓൺ ദ സ്പോട്ടില് ഹെവി ലൈസൻസ് റെഡിയായി. ആ
അല്ലേലും മാന്യന്മാരെ തെരഞ്ഞു പിടിച്ച് അപമാനിക്കുന്നത് റോമെക്സിന് ഭയങ്കര ഇഷ്ടമാ. അതൊക്കെ പോട്ടെ, ഇന്നെന്താ പരിപാടി? പറയാൻ മറന്നു. എന്താ? കഴിഞ്ഞ ദിവസം ഞാനൊരു നോട്ടീസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. നോട്ടീസോ? അതെ ഗ്രാൻഡ്പാ, അതൊരു ക്ലബിന്റെ നോട്ടീസ് ആയിരുന്നു. ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ ഒരു വടംവലി മത്സരം. അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നോ? നോക്കി. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപ, മാക്സിമം വെയിറ്റ് 250 കിലോഗ്രാം. ഒന്നാം സമ്മാനം 3000 രൂപ, രണ്ടാം സമ്മാനം 2000. എന്താ, ഒരു കൈ നോക്കാൻ പ്ലാനുണ്ടോ? കേട്ടിട്ടൊരു രസമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ 4 പേരുടെയും വെയിറ്റ് ഏകദേശം 200 കിലോ അല്ലേ വരൂ? അപ്പോ ഒരാളും കൂടെ വേണ്ടേ? അത് ശരിയാണല്ലോ. എന്നാൽ എന്റെ കസിൻ ജോർജിനെയും കൂടി വിളിച്ചാലോ? അങ്ങനാണേൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ധാരാളമായിരിക്കും. പിന്നെ മാന്യന്മാരുടെ നേരെ ആക്രമണം. ഞാനെന്നാൽ ഇന്ന് തന്നെ പേര് കൊടുത്തോളാം. ഇതിനും സമ്മാനം കിട്ടുകയാണെങ്കിൽ ആ കാശെങ്കിലും നമ്മൾക്കെടുക്കാം. അതെ, റോമെക് ഫെലിക്സിന്റെ ആ കാര്യം പറഞ്ഞതിൽ പിന്നെ എനിക്ക് അവനോട് ഉണ്ടായിരുന്ന ആ താല്പര്യം പോലും നഷ്ടപ്പെട്ടു. ആ പേര് പറയാതിരിക്കൂ. എല്ലാവരെയും റോമക്സ് തെറ്റിദ്ധരിച്ചിരിപ്പിക്കുകയാണല്ലോ. എല്ലാവരും അവനെതിരായി. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഗ്രാൻഡ്പാ. ഞങ്ങൾക്കൊരു പുതിയ കഥ പറഞ്ഞു തരുമോ? അത് ഇത്ര രാവിലെയോ? പ്ലീസ് ഗ്രാൻഡ്പാ, പറയൂ. പ്ലീസ് ഗ്രാൻഡ്പാ, പ്ലീസ്. ശരി പറയാം. ദേ, എപ്പോഴും പറഞ്ഞാൽ കഥയെല്ലാം തീർന്നു പോകുമേ. എന്നാലും സാരമില്ല, നിങ്ങളും ശ്രദ്ധിക്കണേ. ശരി, എന്നാൽ ഉണ്ണീശോയുടെയും യൗസേപ്പിതാവിന്റെയും മേരിയുടെയും ഈജിപ്തിലേക്കുള്ള പലായനത്തിനിടയ്ക്ക് നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു ഐതിഹ്യം പറഞ്ഞു തരാം. ഹെറോദേസിന്റെ ഭരണകാലഘട്ടം. ദൈവപുത്രന്റെ വരവിനായി കാതോർത്തിരിക്കുന്ന ലോകം. പുരോഹിതന്മാർ പ്രവചിച്ചു, രക്ഷകനായ ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു. ഈ വാർത്തയറിഞ്ഞ ഹെറോദേസ് തനിക്ക് തന്റെ സിംഹാസനം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അധികാരം നഷ്ടപ്പെടുമെന്ന ചിന്തയാൽ ഹെറോദേസ് അത്യന്തം ക്രൂരവും നീചവുമായ ഒരു തീരുമാനത്തിലെത്തി. തന്റെ രാജ്യത്തെ നവജാത ശിശുക്കളടക്കം സകല കുട്ടികളെയും വകവരുത്തുക. തന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുവാൻ അവൻ പട്ടാളക്കാരെ നിയോഗിച്ചു. പട്ടാളക്കാർ 4 പാടും സഞ്ചരിച്ച് ഹെറോദേസിന്റെ ആജ്ഞ നിർവഹിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് യൗസേപ്പും മേരിയും ഉണ്ണീശോയും പട്ടാളക്കാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി അതിവേഗം നടന്നുകൊണ്ടിരുന്നു. കടുത്ത തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇത് ആ ഗുഹയിലുണ്ടായിരുന്ന ഒരു എട്ടുകാലി കാണുകയുണ്ടായി. ഉണ്ണീശോയെ കണ്ട് മനസ്സലിഞ്ഞ ആ എട്ടുകാലി തന്നാലാവും വിധം അവരെ തണുപ്പിൽ നിന്നും രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. ആ ഗുഹയുടെ വാതിൽക്കൽ ഒരു കർട്ടൻ പോലെ അതൊരു വല തീർത്തു. ആ വഴി വന്ന ഹെറോദേസിന്റെ പട്ടാളക്കാർ ഗുഹയിൽ ആളുണ്ടോ എന്നറിയാനായി സമീപത്തേക്ക് വന്നു. അപ്പോൾ അവരിലൊരാൾ
ഗുഹയുടെ വാതിലിൽ നെയ്ത 8 കാലി വല കണ്ടു. അതിനകത്ത് ആള് കടന്നിരുന്നെങ്കിൽ അത് പൊട്ടിപ്പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞവർ അവിടെ നിന്നും യാത്രയായി. ഹായ്, നല്ല കഥ. അതെ അതെ, ശരിക്കും കൺമുമ്പിൽ നടന്നതുപോലെ തോന്നുന്നു. റോമെക്സിനെന്താ കഥ ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം ഗ്രാൻഡ്പാ, കൊള്ളാം കൊള്ളാം. അപ്പോൾ ഇന്നത്തെ കോട്ട തീർന്നേ. ഇനി നിങ്ങൾ പോയി കളിച്ചോളൂ. താങ്ക് യു ഗ്രാൻഡ്പാ. സമ്മാനമൊന്നും നേടാൻ സാധിച്ചില്ലല്ലേ? ഇല്ല ഗ്രാൻഡ്പാ. അത് സാരമില്ല, പങ്കെടുക്കുന്നതല്ലേ പ്രധാനം. പിന്നെ ഗ്രാൻഡ്പാ, ഒത്തിരി കാര്യങ്ങളും വേറെ സംഭവിച്ചു. അതെന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ 5-ാമനായി ജോർജ് കൂടി വന്നപ്പോ ഭാരം 270 കിലോയിൽ അധികമായി. ഞാൻ ഓർത്തു ഞങ്ങളുടെ ടീമിന് പങ്കെടുക്കാനേ പറ്റില്ലെന്ന്. രജിസ്ട്രേഷൻ ഫീ ആയ 100 രൂപയും വെറുതെ ആയേനെ. എന്നിട്ട് നിങ്ങൾ എന്തെടുത്തു? കൃത്യസമയത്ത് ഫെലിക്സ് അവിടെ വന്നു. ജോർജിന് പകരം അവൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഭാരം നോക്കിയപ്പോഴോ കൃത്യം 250. എനിക്ക് മനസ്സുകൊണ്ട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതെ, ഞാനും മനസ്സോടെയാ സമ്മതിച്ചത്. പറ്റിയത് പറ്റി. ഇനി അവനെ ഒരു കാര്യത്തിന് അടുപ്പിക്കരുത്. അവൻ കാണിച്ചതിനൊക്കെ അവനോട് ദൈവം ചോദിച്ചോളൂ. പ്ലീസ് ഒന്ന് നിർത്താമോ? എന്താ റോമാക്സ്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയത് ഞാനാ. നമ്മൾ കൊടുത്ത ആ 2000 രൂപയുടെ പകുതി ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. അത് അവൻ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞാൽ നാണക്കേടാവുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിനക്കൊരു മാറ്റമില്ലല്ലോ റോമാക്സ്. എന്റെ കർത്താവേ, ആ പാവത്തിനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? കർത്താവേ, പറഞ്ഞു നമ്മളെല്ലാവരും അവനെ എത്ര നിസ്സാരനാക്കി. കണ്ടോ കുട്ടികളെ, നിങ്ങൾ നിസാരനാക്കിയ ആ ഫെലിക്സ് അല്ലേ ഇന്ന് നിങ്ങളുടെ രക്ഷകനായത്? അല്ലെങ്കിൽ നിങ്ങൾക്കിന്ന് മത്സരിക്കാനാകുമായിരുന്നോ? അന്ന് യേശുവിന്റെ ജീവൻ രക്ഷിച്ചതും നിസാരനായ ഒരു 8-കാലിയായിരുന്നില്ലേ? നമ്മൾ ഒരിക്കലും ആരെയും നിസാരവൽക്കരിക്കരുത്. കേടായ ക്ലോക്ക് പോലും ദിവസം 2 നേരം സമയം കൃത്യമായി കാട്ടും. ഗ്രാൻഡ്പാ, എന്നോട് പൊറുക്കണേ. നീ കർത്താവിനോട് ഏറ്റു പറയൂ റോമാക്സ്. അവൻ നിന്നെ പരിശുദ്ധനാക്കട്ടെ. ഞാൻ ഇന്ന് തന്നെ ഫെലിക്സിനോട് ക്ഷമ ചോദിച്ചോളാം ഗ്രാൻഡ്പാ. മക്കളെ, നമ്മൾ സഞ്ചരിക്കുന്ന ഈ സമയം തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭക്തിയും വിശ്വാസവും മുറുകെ പിടിച്ചു മാത്രമേ നമുക്ക് വഴിപതറാതെ മുന്നോട്ടു പോകുവാൻ പറ്റൂ. അതിനായി അവനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാം.